ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നാന്റെ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുറെ നാളായിട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ പഴങ്കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്താണേലും വൈകിട്ട് അത് ഇട്ട് വെക്കണമല്ലോ. അപ്പൊ അതിന്റെയും കൂടെ വീഡിയോ എടുത്തിട്ട് നാളെ ഞങ്ങള് പഴങ്കഞ്ഞിയുടെ കൂടെ വീഡിയോ എടുക്കാന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കണേ കേട്ടോ. അത് തന്നെ. അപ്പൊ എന്താണേലും കുഞ്ഞാ വരണ കേട്ടോ. അപ്പൊ എല്ലാരും കുഞ്ഞാക്ക് ഇപ്പൊ തന്നെ നാവില് കൊതിയൂറി പഴങ്കഞ്ഞി കുടിക്കാം. നോക്കി എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അപ്പൊ അതെ ആളിച്ചിരി സീൻ കോൺട്ര ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നൈസായിട്ടൊരു പാവേനെ കയ്യിൽ കൊടുത്ത് ഞങ്ങളൊന്ന് ഒതുക്കി ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഉത്സവത്തിന് മേടിച്ച സിംഹാട്ടോ, സിംഹം. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു മൺചട്ടിയിലാട്ടോ ഈ ചോറ് ഇട്ട് വെക്കാൻ പോണത്. അപ്പം അതിങ്ങനെ ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സംഭവം ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴയ തേപ്പൊട്ടിയുടെ അടിയിൽ വെക്കണ റിങ് പോലത്തെ സാധനമാണ്. അതിനെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് തലേദിവസത്തെ ചോറ്, അതായത് തലേദിവസത്തെ പറഞ്ഞാൽ ഇന്നത്തെ ചോറ് കുറച്ച് ചട്ടിയിൽ ഇട്ട് വെക്കാം. അപ്പൊ നമ്മളെ ചോറിട്ട് വയ്ക്കാൻ പോവാണ്. നല്ല ചാക്കരി ചോറാണ് ഇട്ട് വയ്ക്കാൻ പോണത്. ഒരു 2 തവി നമുക്ക് ഇട്ടാം. ഇപ്പൊ ഇത് എനിക്ക് തന്നെ തയ്യോന്ന് അറിയില്ല. അതിനകത്തേക്ക് ചേർക്കണത് തണുത്ത വെള്ളമാട്ടോ ചേർക്കണം. അടിപൊളി തണുത്ത വെള്ളമാണ് കുടിക്കാൻ പോകുന്നത്. ചോറിന്റെ ഒപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ചോറിന്റെ ഒപ്പം വെള്ളം തന്നെ. നിങ്ങളെല്ലാരും കണ്ടോ? ചോറിന്റെ ഒപ്പം വെള്ളമാട്ടോ നമ്മൾ ചേർത്ത് വെക്കുന്നത്. തണുത്ത വെള്ളമാണ് ഈ ചോറിൽ വെച്ചേക്കണത്. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പഴങ്കഞ്ഞി കുടിക്കണം. അപ്പോൾ അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത് പഴങ്കഞ്ഞി ഉണ്ടാക്കിക്കോളാം. ഞാൻ നാളെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഇട്ട് വെക്കാണ്. പിന്നെ അതിനകത്തേക്ക് ഇടാനുള്ളത് ഉള്ളി, ചുമന്നുള്ളി, കാന്താരി മുളക്. അതൊക്കെ നമ്മുടെ വീട്ടിലെ മുളക് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചാതയ്ക്കാം. നമ്മുടെ വീട്ടിലിവിടെ ഇടിയങ്കല്ലുണ്ട്. ഇടിയങ്കല്ലിലിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മള് കണ്ടിട്ട് ഓ, ഇത് കാണുമ്പോ തന്നെ എന്റെ നാവില് കൊതിയൂറാണ്. പണ്ട് അമ്മയൊക്കെ പറയാറുണ്ട് പഴങ്കഞ്ഞി കുടിക്കാൻ, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവളിപ്പോ ഉണ്ടാക്കണ കേട്ടിട്ട് വായില് കൊതിയൂറാണ്. എനിക്ക് എന്നെ പുകഴ്ത്താൻ വേണ്ടി നിർത്തിയേക്കുന്ന അസിസ്റ്റന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എന്നോട് തന്നെയാണ് പറഞ്ഞേക്കണേ. ഇവളുടെ പരീക്ഷണങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണ ഞാൻ തന്നെയാണ്. കഞ്ഞി വേണ്ടെന്നാണ് വീഡിയോ പറഞ്ഞേക്കണത്. ഇനിയിപ്പോ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം വേണമെന്നാണ്. അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അമ്മ ഒഴിച്ച് വെക്കുന്ന തൈര്, നല്ല പുളിയാട്ടോ ഈ തൈരിന്. അപ്പൊ ഇത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന്, ഒരുപാട് ഒഴിക്കേണ്ട, കാരണം നല്ല പുളിയായിരിക്കും. കുറച്ച് ഒഴിച്ചാൽ മതി. അടിപൊളി തൈരാണ്. വീട്ടിൽ തന്നെ തൈര് വെച്ചാൽ അറിയുന്ന ദൈവത്തിന് അറിയാം. വീട്ടിലെ നമുക്ക് കണ്ടറിയാം. ഇല്ല, സത്യമായിട്ട് നമ്മൾ വീട്ടില് ചായക്ക് വേണ്ടി രാവിലെ പാല് മേടിക്കുമ്പോ അതിൽ നിന്ന് കുറച്ച് പാല് കാച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചു വെക്കണം കേട്ടോ. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനി വിട്ട് വന്നപ്പോ ഇവിടെ കടയിൽ നിൽക്കണുണ്ടായിരുന്നു. അവിടുന്ന് മേടിച്ച തൈരാണോ എന്നറിയില്ല. നമ്മുടെ വീട്ടിലെ തൈര് തന്നെ കേട്ടോ. അപ്പം ഇത്ര സംഭവം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ അരിയും അതായത് ചാക്കരിയുടെ വെള്ള കളറും തൈരിന്റെ വെള്ള കളറും എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും പാൽക്കഞ്ഞി പറയായിരിക്കും. അപ്പോൾ ഇതേ പരുവത്തിലായിട്ടുണ്ട്.
രാത്രി വെക്കുന്നത് ഇതേ പരുവത്തിൽ അമ്മ വെക്കുന്നത്. എനിക്കൊരു ഡൗട്ടുണ്ട്, ഇതിപ്പോ മറ്റേ പായസാണോ അതോ ഒരു കഞ്ഞിയാണോ എന്ന് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അമാതിരി നാളെ എന്താണേലും കഴിക്കുമ്പോ നോക്കിക്കോ, എനിക്ക് തരാതെ ഇത് ചേട്ടായി മുഴുവൻ തിന്നായിരിക്കും മിക്കവാറും കാണാൻ പോകുന്നത്. ഇച്ചിരി ചോറ് മതിയെന്ന് പറഞ്ഞ് ശകലം ചോറ് നമ്മൾ ഇട്ട് വെച്ചിട്ട് നാളെ ആകുമ്പത്തേന് എനിക്ക് കിട്ടത്തില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങളിന്ന് ആടിന് പുല്ല് കൊടുത്തിട്ടില്ല. നാളത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ വയറ് നിറച്ച് കാര്യം കൊടുക്കാന്ന് ഓർത്തിരിക്കുവാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം, അടച്ചെല്ലാം സെറ്റ് ആക്കി വെക്കാം. ഇരിക്കണ എരിപ്പ് കണ്ടു കഴിഞ്ഞാൽ മീൻകറി മൂടി വെച്ചേക്കണ പോലെ ഉണ്ട്. നാളെ രാവിലെ ആകുമ്പത്തേനും വളിച്ചു പോകാതെ മതിയാണ്. എന്താണേലും ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് നമ്മളത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ രാത്രി നമ്മള് കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ രാവിലെ അത് റെഡിയായോ എന്നൊക്കെ രാവിലെ അറിയാം. നേരം വെളുത്താൽ മതി, ഒന്ന് തുറന്നു നോക്കണം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ഉള്ള കറികളൊക്കെ വെച്ചിട്ട് കഴിക്കും. അപ്പം എന്താണേലും വൈകിട്ടത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി രാവിലെ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് കഞ്ഞിക്കകത്ത് കൂടെ കഴിക്കാൻ എന്നാക്കി ഉള്ളതെന്ന് നോക്കാം. ഇത് അച്ചിങ്ങ മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തുണ്ട്, പുളിയച്ചാറുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ മോരുകറി വെച്ചിട്ടുണ്ട്. കുറച്ച് അച്ചിങ്ങ മെഴുക്കുവരട്ടിയും കുറച്ച് അച്ചാറും. തൈരൊക്കെ ശരിക്കും ചോറ് കൊടുത്തിട്ടുണ്ട് പോയിട്ട്. ഓൾമോസ്റ്റ് തീർന്ന്, കഞ്ഞി തീർന്ന്, ഇനിയിപ്പോൾ വെള്ളം മാത്രമുണ്ട്, അതെടുത്ത് എരിവുള്ള കറിയൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം ചെറിയ ചൂടുള്ള വെള്ളം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കുഞ്ഞാവ് ഉറങ്ങുമായിരുന്നു, ഉറക്കം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. ചേട്ടായി കമ്പനിയിലും പോയി. അപ്പോൾ ഞാൻ മാത്രം ഇപ്പോൾ ഈ പഴങ്കഞ്ഞി ടേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ചേട്ടായി എന്തായാലും മിസ് ചെയ്തിട്ടുണ്ട് പഴങ്കഞ്ഞി. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും